RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ അനുപേക്ഷണം സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2025-26 ചാമ്പ്യൻസ് ലീഗിലേക്ക് ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ രാജ്യത്തു നിന്ന് യോഗ്യത നേടി എന്നുള്ളതിനെ കുറിച്ചാണ്. ആദ്യമായി തന്നെ യോഗ്യത നേടിയ എല്ലാ ടീമുകൾക്കും 1000 അഭിനന്ദനങ്ങൾ. നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്ന് ഇപ്രാവശ്യം 6 ടീമുകളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. ടോട്ടൻഹാം ഹോട്ട്സ്പർ യൂറോപ്പ ലീഗ് ടൈറ്റിൽ അടിച്ചുകൊണ്ടാണ് അവർ ആറാം സ്ഥാനക്കാരായിട്ട് കയറിയിരിക്കുന്നത്. 1ാം സ്ഥാനക്കാരായിട്ട് ലിവർപൂൾ ആണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ട് ലിവർപൂൾ ആണ് 1ാം സ്ഥാനക്കാരായിട്ട്. 2ാം സ്ഥാനത്ത് ആർസണലാണ്. 3ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. 4ാം സ്ഥാനത്ത് ചെൽസി. 5ാം സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ്. 6ാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ. ഇതിൽ അവസാന ദിവസം ഭയങ്കര ടൈറ്റ് മത്സരങ്ങളുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്പ ലീഗും ചാമ്പ്യൻസ് ലീഗിലെ കുറേ ടീമുകൾ 5 ടീമുകൾ 3 സ്പോട്ടിന് വേണ്ടിയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും ന്യൂകാസിൽ യുണൈറ്റഡാണ് ഇതിലേക്ക് കയറിയത്. ഇനി നമുക്ക് സ്പെയിനിലേക്ക് വരികയാണെങ്കിൽ ലാ ലീഗയിൽ ബാഴ്സലോണയാണ് ലീഗ് ടൈറ്റിൽ അടിച്ച് 1ാം സ്ഥാനക്കാരായി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയിരിക്കുന്നത്. 2ാം സ്ഥാനക്കാർ റയൽ മഡ്രിഡ്. 3ാം സ്ഥാനക്കാരായിട്ട് അത്ലറ്റിക്കോ മഡ്രിഡ്. 4ാം സ്ഥാനക്കാരായിട്ട് അത്ലറ്റിക്കോ ക്ലബ്ബ്. 5ാം സ്ഥാനക്കാരായിട്ട് വില്ലേറലാണ് ഇതിൽ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിയിരിക്കുന്നത്. അടുത്ത് നമുക്ക് ബയൺ മ്യൂണിക് ആണ് ബുണ്ടസ് ലീഗിൽ നിന്ന് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടിയത്. 2ാം സ്ഥാനക്കാർ ബയർ ലെവർകുസൻ. 3ാം സ്ഥാനക്കാരായിട്ട് ഫ്രാങ്ക്ഫോർട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ 4ാം സ്ഥാനക്കാരായിട്ട് ബറൂസിയ ഡോട്ട്മണ്ട്. ഇങ്ങനെ 4 ടീമുകളാണ് ബയൺ മ്യൂണിക്കിൽ ജർമ്മനിയിൽ നിന്ന് ബുണ്ടസ് ലീഗിൽ നിന്ന് വന്നിരിക്കുന്നത്. അടുത്ത ഇറ്റലിക്ക് വരണം. ഇറ്റലിയിൽ കടുത്ത പോരാട്ടമായിരുന്നു ലീഗിന് വേണ്ടിയിട്ട്. നെപ്പോളി അവസാന ടൈമിൽ ഇന്ററിനെ മലത്തടിച്ചുകൊണ്ട് ഒരൊറ്റ പോയിന്റ് ലീഡിൽ അവർ ലീഗ് ടൈറ്റിൽ അടിച്ചു. അങ്ങനെ 1ാം സ്ഥാനക്കാരായിട്ട് നെപ്പോളി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടി. 2ാം സ്ഥാനക്കാരായിട്ട് ഇന്റർ മിലാനാണ്. 3ാം സ്ഥാനക്കാരായിട്ട് അവിടെ ഉള്ളത് അറ്റ്ലാന്റ ആയിരുന്നു. അതേപോലെ 4ാം സ്ഥാനക്കാരായിട്ട് ജുവന്റസ് ആണ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കുന്നത്. ഇനി ഫ്രാൻസിലേക്ക് വരികയാണെങ്കിൽ പി എസ് ജി ലീഗ് ടൈറ്റിൽ എന്നേ അടിച്ചു. അവർ ഫ്രഞ്ച് കപ്പ് അടിച്ചു. ഇനി ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. 31 നടക്കുന്ന ചാമ്പ്യൻസ് ലീഗിനും കൂടി ആയിരിക്കുകയാണെങ്കിൽ അവർ ട്രിപ്പിൾ എന്ന സ്വപ്നം, അവർക്ക് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് എന്ന സ്വപ്നം സ്വന്തമാക്കാൻ കഴിയും. അത് 2ാം സ്ഥാനത്ത് മാർസെല്ലൽ ആണ് 2ാം സ്ഥാനത്തായിട്ട് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത. 3ാം സ്ഥാനത്ത് മൊണോക്കോ ഉണ്ട്. അങ്ങനെ 3 ടീമുകളാണ് ഫ്രാൻസിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ളത്. ഇനി നെതർലാൻഡിലേക്ക് വരികയാണെങ്കിൽ അജാക്സും PSV ആണ്. 5 മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ, ലീഗിൽ 5 മത്സരങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ 9 പോയിന്റ് ലീഡ് ഉണ്ടായിരുന്നു അജാക്സിന്. അവസാനം നടന്ന 4 മത്സരങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ PSV നെതർലാൻഡിലെ ടൈറ്റിൽ അടിച്ചു. ഒന്ന് ആലോചിക്കാം, അവര് നല്ലപോലെ കളിച്ചൊന്ന് അവസാനം ഇട്ട് കലോടിക്കാന്നുള്ള കപ്പെടുത്ത് അവരുടെ കയ്യിൽ PSV കൊടുത്തു. PSV അങ്ങനെ 1ാം സ്ഥാനക്കാരായിട്ട് ചാമ്പ്യൻസ് ലീഗിന് കൊടുക്കുന്നത്. 2ാം സ്ഥാനക്കാരായിട്ട് അജാക്സ് ആണ്. അടുത്ത നമുക്ക് ഗ്രീസിലേക്ക് വരികയാണെങ്കിൽ ഒളിമ്പിക്കാസ് എന്ന് പറയുന്ന ടീമാണ് യോഗ്യത നേടിയിരിക്കുന്നത്. അതേപോലെ ഫിലിപ്പൈൻസ് ആണെന്ന് വിചാരിക്കും. ഫിലിപ്പൈൻസ്ക്ക് വരികയാണെങ്കിൽ സ്ലാവീവ പറഞ്ഞൊരു ടീമാണ് കയറിയിട്ടുള്ളത്. അതേപോലെ പോർച്ചുഗലിലേക്ക് വരുന്നത് സ്പോർട്ടിംഗ് CP ആണ് പോർച്ചുഗലിലേക്ക് വരുന്നത്. തുർക്കിയിലേക്ക് വരുന്നത് ലെസ്റ്റാർലി ആണ് വരുന്നത്. അതേപോലെ ബെൽജിയത്തേക്ക് വരികയാണെങ്കിൽ യൂണിയൻ സെയിന്റ് ഗിലാസി എന്ന് പറയുന്ന ടീമാണ് യോഗ്യത നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ടീമാണ്. ഇനിയും 7 സ്പോട്ട് ഉണ്ട് ബാക്കി. ഇനിയും 7 സ്പോട്ടുകൾ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ യോഗ്യത മത്സരങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിൽ യോഗ്യത കിട്ടാതെ പോയ അൺലക്കി ടീം ഏതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും.